പ്രിയ കുട്ടികളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് പറഞ്ഞു തന്നു. എങ്ങനെയാണ് അതിൻ്റെ പരീക്ഷാ സ്കീമുകൾ, വാല്യുവേഷൻ സ്കീം, നിങ്ങളുടെ വിജയപരാജയങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒരു ധാരണ നിങ്ങൾക്ക് തന്നു. കാരണം നിങ്ങളൊരു പുതിയ കോഴ്സിലേക്കാണ് ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇന്ത്യൻ ചരിത്രത്തിൽ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ പുരാതന കാലം മുതൽ ഉള്ള ചരിത്രത്തിൽ ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ വികാസം എപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ക്ലാസ് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, നിങ്ങൾക്ക് നോട്ട്സ് തരും. ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വടക്ക് ഹിമാലയ പർവ്വതവും തെക്ക് ഭാഗം, തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളൊക്കെ സമുദ്രമാണ് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, സൗത്തില് സമുദ്രം. ഇതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ഇന്ത്യ ഹാസ് മേജർ ട്രേഡ് റൂട്ട്സ് ബിറ്റ്വീൻ many other nations through land and sea. അതില് ലാൻഡിലൂടെ റോഡ് മാർഗം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടാണ് സിൽക്ക് റൂട്ട് എന്ന് അറിയപ്പെടുന്നത്. This Silk Route enabled India to establish commercial and political contacts with other countries. മറ്റൊന്നാണ് maritime routes, which linked the east and west by sea and were used for trade of spices and therefore known as spice route. നമ്മുടെ കേരളത്തിലേക്കൊക്കെ വിദേശ വ്യാപാരികൾ എത്തിക്കൊണ്ടിരുന്നത് കരമാർഗമല്ല, സമുദ്രമാർഗമാണ്. സമുദ്രത്തിലൂടെ ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വെൽ ഡെവലപ്ഡ് ആയ ഒരു മാരിടൈം റൂട്ട് പുരാതന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദെൻ ഇന്ത്യയിലെ രണ്ട് സിന്ധു നദീതട സംസ്കാരങ്ങളാണ് മോഹൻജദാരോ ആൻഡ് ഹാരപ്പ. അപ്പോ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, ഇന്ത്യ എക്കണോമിക്കലി, ഇന്ത്യ വാസ് എ മേജർ ആക്ടർ ഇൻ ഏൻഷ്യൻ ടൈം. മോഹൻജദാരോ ആൻഡ് ഹാരപ്പ വേർ ടു കൊമേഴ്ഷ്യൽ സിറ്റീസ്. നിങ്ങളത് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ സിവിലൈസേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് കൊമേഴ്ഷ്യൽ കണക്ഷൻസ് വിത്ത് മെസോപ്പൊട്ടേമിയ and traded in gold, silver, copper, colored gemstones, beads, pearls, seashells, terracotta pots, etc. വിവിധ ഉൽപ്പന്നങ്ങൾ മെസോപ്പൊട്ടേമിയയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഒരു നാഗരിക സംസ്കാരമാണ് മോഹൻജദാരോയും ഹാരപ്പയും. There were diverse types of coins. അവർക്ക് വിവിധ തരത്തിലുള്ള കോയിൻസ് ഉണ്ടായിരുന്നു. weighing practices ഉണ്ടായിരുന്നു. And they vary from place to place with the help of money changers and by resorting to certain commonly accepted weights and measures. ഒരു പൊതുവായ weights and measuresഉം അവർക്ക് ഉണ്ടായിരുന്നു. അളവ് തൂക്ക സമ്പ്രദായവും ഈ മോഹൻജദാരോ ഹാരപ്പ നഗരങ്ങളിൽ നിലവിലുണ്ടായിരുന്നു. Then indigenous banking system. indigenous banking system എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ രീതിയിൽ ബാങ്കിങ് സിസ്റ്റം വികസിച്ചു വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ പുരാതന കാലം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അത്ര പുരാതന കാലമല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പോലും ഇത്രയും ബാങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് പോലും സേട്ട് എന്ന ഒരു പണമിടപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ ഹയർ പർച്ചേസിന് വാങ്ങുകയും സേട്ടിൽ നിന്ന് വാങ്ങുകയും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പണം അടക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇൻസ്റ്റാൾമെന്റ് മുടങ്ങിയാൽ സേട്ട് വന്ന് വണ്ടി പിടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഇത്തരം സമ്പ്രദായങ്ങൾ, ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡിജിനസ് ബാങ്കർ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ, അതൊരു വ്യക്തിയാകാം, ഓർ എ പ്രൈവറ്റ് ഫേം വിച്ച് റിസീവ്സ് ഡിപ്പോസിറ്റ്സ്, ഡീൽസ് ഇൻ ഹുണ്ടീസ് or engages in itself in lending money. ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാകാം. ഓക്കെ, അവര് ഡിപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യും, they will deal in hundis and engage itself in lending money.
ഇനി നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കായിരിക്കും ഹുണ്ടി എന്ന് പറയുന്നത്, HUNDI, ഹുണ്ടി. നിങ്ങൾ അക്കൗണ്ടൻസിയിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ വിശദമായിട്ട് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പഠിക്കാം. രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് പോസിബിൾ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് പേർ തമ്മിൽ പണം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹുണ്ടി പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിലും ഈ ഹുണ്ടി എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന് ഇന്ത്യയിൽ അറിയപ്പെട്ട പേരാണ് ഹുണ്ടി എന്ന്. So hundi is an instrument of exchange of money. It involves contract, which with an unconditional promise or order to make payment of money. ഇതൊരു കോൺട്രാക്റ്റ് ആണ്, ഒരു എഗ്രിമെന്റ് ആണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അതിൽ ഒന്നാമത്തേത് ഇതൊരു അൺകണ്ടീഷണൽ ആയിരിക്കണം, യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ. ഇറ്റ് ഈസ് എ പ്രൊമിസ് ഓർ ഓർഡർ ടു മേക്ക് പേയ്മെന്റ് ഓഫ് മണി. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പ്രൊമിസ് കൊടുക്കുന്നു, ഐ പ്രൊമിസ്, എ എന്ന ഒരാൾ ബിയോട് പറയുന്നു, ഐ പ്രൊമിസ് ബി ടു പേ എ സം ഓഫ് ₹1,000 ഓൺലി വിത്തൗട്ട് എനി കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്യും. ഒരു കണ്ടീഷൻസോടെ അറ്റാച്ച് ചെയ്യുന്നില്ല. ഇനി ഇതൊരു ഓർഡർ ആകാം, ഐ ഓർഡർ മിസ്റ്റർ ബി ടു പേ എ സം ഓഫ് ₹1,000 ഓൺലി. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഹുണ്ടി എന്ന് പറയുന്നത്. Then this hundi is capable of exchange from one person to another person. ഇതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതൊരു വെറുതെ പേപ്പറിൽ എഴുതി തന്നിട്ട് കാര്യമില്ല. ഇത് വ്യക്തികൾ തമ്മിൽ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ വാലിഡ് നെഗോഷിയേഷൻ. ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഹുണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, വിശദമായി നിങ്ങൾക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കാം. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ഇൻഡിജിനസ് ബാങ്ക്സ്. ഇൻഡിജിനസ് ബാങ്ക്സിനെ സേത്ത് എന്നും പറയാറുണ്ട്. സേത്ത് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ്. ഇൻഡിജിനസ് ബാങ്ക്സ് ദേ വിൽ ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ഓഫ് പ്രഷ്യസ് മെറ്റൽസ്, ഗോൾഡ്, സിൽവർ എക്സെട്ര. ലൈക്ക് പ്രഷ്യസ് മെറ്റൽസ് ദേ വിൽ ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്. സെക്കൻഡ്, അഡ്വാൻസിങ് ലോൺസ്. ദേ സാങ്ഷൻ വേരിയസ് ടൈപ്സ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് against security of land, crops, gold and silver. ഇപ്പോൾ ലാൻഡ് സെക്യൂരിറ്റിയിൽ ക്രോപ്സ്, ഗോൾഡ്, സിൽവർ ഇങ്ങനെ ഏതെങ്കിലും ആസ്തി പണയപ്പെടുത്തി പണം അഡ്വാൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ദെൻ ഡിസ്കൗണ്ടിങ് ഓഫ് ഹുണ്ടീസ്. നേരത്തെ പറഞ്ഞു ഹുണ്ടി എന്ന ഡോക്യുമെന്റ് അത് ഡിസ്കൗണ്ട് ചെയ്യും. ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വാങ്ങി അതിന്റെ face value after deducting a certain amount of discount will be paid to the owner of this hundi, holder of this hundi. അതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പെക്കുലേഷൻ. ദ ഇൻഡൽജൻസ്. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഊഹക്കച്ചവടമാണ്. അതായത് വില കൂടും എന്ന് പ്രതീക്ഷിച്ച് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്വഭാവമാണ്. ഇത്തരം സ്പെക്കുലേഷനിൽ ഇത്തരം ഇൻഡിജിനസ് ബാങ്കുകൾ ഇടപെടും. ദ indulge in speculation of food and non-food crops ആൻഡ് അതർ കൺസംഷൻ ഐറ്റംസ്. ഏതെങ്കിലും ഒരു ഐറ്റത്തിന് അരിക്ക് വില കൂടും അല്ലെങ്കിൽ കുരുമുളകിന് വില കൂടും എന്ന് മനസ്സിലാകും എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ കുറെ കുരുമുളക് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. പിന്നീട് വില കൂടുമ്പോൾ അത് മാർക്കറ്റിൽ വിൽക്കും. അതിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, ഫിനാൻസിങ് ഇൻലാൻഡ് ട്രേഡ്. ദേ ഓൾസോ പ്രൊവൈഡ് ഫിനാൻസ് ഫോർ ഇൻലാൻഡ് ട്രേഡ് ഫോർ ആർട്ടിസാൻസ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ ആഭ്യന്തരമായ വ്യാപാരികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. ഈ 5 ഫങ്ഷൻസ് ആണ് ഇൻഡിജിനസ് ബാങ്ക്സ് പെർഫോം ചെയ്യുന്നത്. ദെൻ ദ റൈസ് ഓഫ് ഇന്റർമീഡിയറീസ്. മധ്യവർത്തികളുടെ വികാസം. ദ ഇന്റർമീഡിയറീസ് പ്ലേഡ് എ ഡോമിനന്റ് റോൾ ഇൻ ദി പ്രൊമോഷൻ ഓഫ് ട്രേഡ്. ഇന്നും നമുക്കതെ ഇന്റർമീഡിയറീസ് ആണ് വ്യാപാരത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ഇന്റർമീഡിയറീസ് ആണ് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും. അവരാണ് വ്യാപാരത്തിന്റെ അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇന്റർമീഡിയറീസ് ആണ്. They provide financial security to manufacturers by assuming risk involved in, especially in the foreign trade. പ്രത്യേകിച്ച് ഫോറിൻ ട്രേഡിൽ they assume risk. ഈ വ്യാപാരികളാണ് അല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് ആണ് റിസ്ക് ഏറ്റെടുക്കുന്നത്. These intermediaries include commission agents, brokers, wholesalers, retailers, etc.
കമ്മീഷൻ ഏജൻസ്, ബ്രോക്കേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ഇവരൊക്കെയാണ് ഇന്റർമീഡിയറീസ്. സോ ദേ അസിസ്റ്റ് മാനുഫാക്ചറേഴ്സ് ബൈ പർച്ചേസിങ് ദ പ്രൊഡക്ട്സ് ഇൻ ബൾക്ക്. മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മൊത്തമായിട്ട് വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ ആ ഉൽപ്പന്നം കൈകാര്യം ചെയ്യുന്നത് മൂലമുള്ള എല്ലാ റിസ്ക്കും എടുക്കുന്നത് ഇത്തരം ഇന്റർമീഡിയറീസ് ആണ്. Then an institution of Jagat Seth was developed. Jagat Seth എന്ന ഒരു സ്ഥാപനം രൂപപ്പെട്ടു. And they had influence during Mughal period and in the days of East India Company. മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടം വരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ജഗത് സേത്ത് എന്ന് പറയുന്നത്. ഇൻഡിജിനസ് ബാങ്കേഴ്സിന്റെ ഒക്കെ ഒരു അസോസിയേഷനാണ്. Next, bankers began to act as trustees and executors in endowments. Endowments ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ട്രസ്റ്റി ആയിട്ട് ബാങ്കുകൾ ആക്ട് ചെയ്യാൻ തുടങ്ങി. Foreign trade was also financed by loans. Then the emergence of credit transaction and availability of loans and advances enhanced commercial operations. Credit transactionsന്റെ ആവിർഭാവം, അതേപോലെ ലോൺസിന്റെ ഈസി ടേംസിൽ ലോൺസ് അവൈലബിൾ ആകാൻ തുടങ്ങിയതും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് വളരെയധികം വികാസം പ്രാപിക്കാൻ കാരണമായ ഘടകങ്ങളാണ്. ഇതാണ് ഇന്റർമീഡിയറീസിനെ കുറിച്ച് പറയുന്നത്. സോ ഇന്ത്യ ഹാഡ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് വിത്ത് ലാർജ് മാർജിൻസ്. പുരാതന കാലത്തൊക്കെ, അതായത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തോടെയാണ് ഇന്ത്യ ഒരു സെറ്റ് ബാക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിനു മുൻപ് വരെ ഇന്ത്യ വലിയ ഒരു ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടായിരുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക ശക്തിയായിരുന്നു. Then indigenous banking system benefited manufacturers, traders and merchants. Commercial and industrial banks were later developed to finance trade and commerce. പിന്നീട് ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റത്തിന്റെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇൻഡസ്ട്രിയൽ ബാങ്കുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. Agricultural banks were also developed to provide short-term and long-term loans to agriculturists. Then about transport in the ancient India. പുരാതന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് ആഭ്യന്തരമായിട്ടും അതുപോലെ വിദേശത്തേക്കും ഒക്കെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഉപയോഗപ്പെടുത്തിയിരുന്നു. Transport through road and water was popular. Trade was influenced by both land and sea. അതിലൊന്നാമത്തെ നോർത്തേൺ റോഡ്വേ റൂട്ട്, ദാറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ഫ്രം ബംഗാൾ ടു തക്ഷശില. നമ്മൾ പറയുന്ന ബംഗാൾ മുതൽ തക്ഷശില വരെ നീണ്ടു നിൽക്കുന്ന ഒരു നോർത്തേൺ റോഡ്വേ റൂട്ട്. So there was also trade routes in the south spreading east and west. അതുപോലെ സദേൺ ഇന്ത്യയിലും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് റൂട്ടുകൾ ഉണ്ടായിരുന്നു. സോ ദീസ് റോഡ് റൂട്ട്സ് വെയർ സ്യൂട്ടബിൾ ഫോർ സ്പീഡ് ആൻഡ് സേഫ്റ്റി. വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് സേഫ്റ്റിക്കും ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു ഇത്തരത്തിലുള്ള റോഡ് റൂട്ട്സ്. Then maritime trade was another important global trade network. നമുക്കറിയാം മുസിരിസ്, മലബാർ കോസ്റ്റിലെ മുസിരിസ് വളരെ ഫേമസ് ആണ്. It has a long history of international maritime trade since Roman Empire. റോമ സാമ്രാജ്യം മുതൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു പട്ടണമാണ് മുസിരിസ് എന്ന് പറയുന്നത്. മുസിരിസിൽ നിന്ന് പെപ്പർ, കുരുമുളകാണ് അധികമായും കയറ്റുമതി ചെയ്തിരുന്നത്. പെപ്പർ വാസ് വാല്യൂഡ് ഇൻ റോമൻ എംപയർ ആൻഡ് ഇറ്റ് വാസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്. കറുത്ത സ്വർണം എന്നാണ് കുരുമുളക് അറിയപ്പെട്ടിരുന്നത്. So there was even conflict between empires and trade powers to dominate this trade route. ഈ ട്രേഡ് റൂട്ട് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി സാമ്രാജ്യങ്ങൾ തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ, യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാലിക്കറ്റ് വാസ് എ ഫേമസ് ആൻഡ് ഇറ്റ് വാസ് വിസിറ്റഡ് ബൈ ഈവൻ ചൈനീസ് ഷിപ്സ്. ചൈനീസ് ഷിപ്പുകൾ വരെ കാലിക്കറ്റ് വിസിറ്റ് ചെയ്തു. കോഴിക്കോട് പുരാതന കാലം മുതൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു നഗരമായിരുന്നു. Then Pulicat was another term. It is a
it was a port in the 17th century. Textiles was exported from Pulicat to Southeast Asia. പുലിക്കട്ടിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ടെക്സ്റ്റൈൽസ് കയറ്റുമതി ചെയ്തിരുന്നു. Okay, this is about maritime trade. Okay, അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. പുരാതന ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് തൊട്ട് മുൻപ് വരെയുള്ള ഇന്ത്യയുടെ ചരിത്രങ്ങൾ, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം 91 മുൻപ് വരെയുള്ള കാലഘട്ടം വരെ നമ്മൾ പഠിക്കുന്നത് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ശ്രദ്ധാപൂർവം പഠിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക.